ഹേ ഗായ്സ്, അപ്പം ഞാനിന്ന് എൻ്റെ മുടി ഒന്ന് സംരക്ഷിക്കാമെന്ന് വെച്ച് മുടി കട്ട് ചെയ്യാനും പിന്നെ മുടിക്ക് നല്ല പ്രോട്ടീൻ ചെയ്യാനും കൂടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്. അമ്മയൊക്കെ പോകുന്ന അതേ പാർലറിൽ തന്നെയാണ് ഞാനും പോകുന്നത്. അപ്പം അച്ഛനും ഞാനോടാണ് ഇന്ന് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, മഴയത്ത് റോഡ് നിറച്ച് വെള്ളമാണ്. ഞങ്ങൾ റോഡിൽ കൂടെ നീന്തിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ബ്യൂട്ടി പാർലർ. അപ്പം ഞാൻ പ്രോട്ടീനൊക്കെ ചെയ്ത് മുടി ഞാൻ വീക്കട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്തിട്ടാൽ. ഞാൻ വീക്കട്ടൊക്കെ ചെയ്ത് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുമായിരുന്നു. ഇതാണ് ഗൈസ് മുടി വെട്ടിയത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. മുടി കോളേജിലൊക്കെ പോവല്ലേ ഗൈസ്, അപ്പോൾ ഞാൻ സൂപ്പറായിട്ട് പോകാമെന്നൊക്കെ വെച്ചാണ് മുടി കട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ കോളേജ് എനിക്ക് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബാഗും അല്ലാറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ കായംകുളത്തോട്ട് പോയി. അപ്പം ഞാൻ ബാഗ് സെലക്ട് ചെയ്യണം. അച്ഛനാണ് ബാഗ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ബാഗൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെയെന്ന് അച്ഛൻ എല്ലാം ഒന്നുകൂടെ നോക്കി ബാഗ് എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പം എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ തന്നെ തട്ടാരമ്പലം ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊരു കടയുണ്ട്, ഇങ്ങനെ ഫർണിച്ചർ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പിൽ കയറി ഞങ്ങൾ വാഷിംഗ് മെഷീനും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത്. എൻ്റെ മാമനാണ്, അമ്മയുടെ കസിൻ ബ്രദറാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് വാങ്ങിച്ച് മാമനെ ഇറക്കി വീട്ടിലോട്ട്. അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുമായിരുന്നു ഗൈസ്. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പുറത്തെ സുജി എന്ന് പറഞ്ഞ ആൻറ്റിയൊക്കെ ഉണ്ട്. ആൻറ്റിയുടെ അപ്പുറത്ത് ഇവിടെ മരം വീഴുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും മരം വീഴുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ആലായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ. മഴയത്ത് ചരിഞ്ഞു, അതിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീഴും, ഇന്നോ നാളെയോ വീഴുമോ എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഗൈസ്. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വേണം വേറൊരിടത്തോട്ട് വരെ പോവാൻ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ട്രീറ്റ് ഉണ്ട് ഗൈസ്. ഞങ്ങൾ നേരെ ഇനി അവിടെ രാത്രി പ്രാക്ടീസ് ഉണ്ടായിരുന്നു തിരുവാതിര. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. മാമനും വൈഫും കൂടെ ആയിരുന്നേ വന്നുകൊണ്ടിരുന്നത്. ഇതാണ് മാമൻ്റെ വൈഫ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുമായിരുന്നു. കായംകുളത്തുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിയത്. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് ഓർഡർ ചെയ്ത് മന്തിയായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ ഷവായിയെ കഴിച്ച്. രാത്രി എനിക്ക് മന്തി വേണമെന്ന് പറഞ്ഞ് ഒരു ഷവായി കഴിച്ചു. അപ്പം സലാഡും മയണൈസൊക്കെ വന്ന ശേഷം പിന്നെയാണ് വന്നത് മന്തി. അപ്പം മന്തിയും ഞാൻ ഓർഡർ ചെയ്ത ഷവായിയും ഒക്കെ വന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് അടിക്കാൻ പോവാണ് ഗൈസ്. നല്ലതായിരുന്നു ഗൈസ്. നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ. സൂപ്പർ മന്തി ആയാലും എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് വന്നിട്ട് അവരവരുടെ വണ്ടി എടുത്ത് അവർ വീട്ടിലോട്ട് പോവാണ്. 2 വണ്ടിയിലാണ് രണ്ടുപേരും വന്നത്. അപ്പം അവരെ പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങൾ നേരെ വന്നു. ഇത്രയുള്ള ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ബൈ.